ഹലോ, ഈ അടുത്ത കാലത്തായി എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റുകളിൽ ഒന്നാണ് എൻ്റെ ഏണിങ്സ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കമൻറ്റിൽ മാത്രമല്ല, എനിക്ക് ഇപ്പോൾ വാട്സപ്പിലും അതുപോലെ തന്നെ മെയിലിലും ഈ മെസ്സഞ്ചറിലൊക്കെ വരുന്ന മെസ്സേജാണ്. എൻ്റെ ഏണിങ്സ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നില്ല? മുമ്പൊക്കെ നല്ല രീതിയിൽ ഏണിങ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മെയിൻ റീസണാണ് ഈ സംഭവം. അവർ പറയുന്നതിൽ ശരി തന്നെയാണ്. മുമ്പൊക്കെ നമുക്ക് ആഡ്സ് ഓൺ റീൽസിൽ എപ്പോഴും അതുപോലെ തന്നെ ഇൻസ്റ്റീം ആഡ്സിൽ എപ്പോഴും നല്ല രീതിയിൽ ഏണിങ്സ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടായിരുന്നു. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് മുതലാണ് വന്ന് അന്ന് മുതൽ നമുക്ക് ഏണിങ്സ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ മാർച്ച് 8-ന് പുതിയൊരു പോളിസിയും കൂടി വന്ന് അത് വന്നതോട് വീണ്ടും ഏണിങ്സ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പം ഫ്യൂച്ചറിൽ കൂടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ചിലപ്പോൾ അതിന് കൂടാനുള്ള സാധ്യത ഇല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇത് ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജായ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സ് എന്നില്ല, അവരുടെ തന്നെ പേജിൽ അവർ ഏണിങ്സ് കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഫേസ്ബുക്ക് തന്നെ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾക്ക് ഏണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ അതിൽ ആൻസറായിട്ട് ഫേസ്ബുക്ക് തന്നെ പറയുന്ന ഫസ്റ്റ് പോയിന്റാണ് വാച്ച് ടൈം മോർ വാച്ച് ടൈം ക്യാൻ മീൻ ഹയർ പേ ഔട്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന റീല് അല്ലെങ്കിൽ വീഡിയോ കൂടുതൽ ടൈം ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 1 മിനിറ്റിന്റെ വീഡിയോ ഒരു 30-40 സെക്കൻഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർണിങ്സ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. എക്സ്പെരിമെന്റ് വിത്ത് ഡിഫറെന്റ് ലെങ്ത് ടു ഫൈൻഡ് യു സീറ്റ് സ്പോട്ട്സ് ഓഫ് ക്വാളിഫൈഡ് വ്യൂസ് ആൻഡ് വാച്ച് ടൈം. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഐഡിയ പരമായിട്ട് നിങ്ങൾ അതിൽ എന്തെങ്കിലും ടെക്നിക്ക്, എന്തെങ്കിലും സർപ്രൈസ് അല്ലെങ്കിൽ സസ്പെൻസ് വെച്ചിട്ട് നിങ്ങൾ ആ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അവർ പറയുന്നത് ക്വാളിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള വീഡിയോ ആയിരിക്കണം, അതിൽ സൗണ്ട് നല്ല രീതിയിൽ ഉണ്ടാവണം, നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഇതാണ് ക്വാളിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒറിജിനാലിറ്റി, നമ്മളുടെ തന്നെ വീഡിയോ ആയിരിക്കണം, മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല, നമ്മളുടെ തന്നെ ഒറിജിനൽ വീഡിയോ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിസ്റ്റിങ്റ്റീവ് പോളിസി കംപ്ലൈൻറ്റ് കണ്ടന്റ് മോർ ആൻഡ് ഗെറ്റ് മോർ റീച്ച്. അതായത് ഫേസ്ബുക്കിൻ്റെ പോളിസിയായിട്ട് നമ്മൾ യോജിച്ച് പോകുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം എന്നാണ് ഫേസ്ബുക്ക് ഇതിൽ പറയുന്നത്. പിന്നെ മൂന്നാമത് അവർ പറയുന്നത് എൻഗേജ്മെൻറ്റ്, ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് ഷെയർസ് ബൂസ്റ്റ് യുവർ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് മീൻസ് മോർ ഏണിങ്സ് പൊട്ടൻഷ്യൽ. നമ്മൾക്ക് വരുന്ന ലൈക്സ്, കമൻറ്റ്, അതുപോലെ തന്നെ ഷെയർ, ഇതൊക്കെ കൂടുതൽ ഉണ്ടാവണം. നമ്മളെ ഈ ഏണിങ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് അവർ പറയുന്നത്. ഈ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഷെയറും കാര്യങ്ങളൊക്കെ. ലൈക്ക്, നമ്മൾ ഒരാൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കില്ല ചില ആൾക്കാർ. അപ്പോൾ ഈ റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് കുറയാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈക്ക് നമ്മൾക്ക് തരുന്നവർക്ക് നമ്മളും തിരിച്ചങ്ങോട്ടേക്ക് ലൈക്ക് ചെയ്യാനൊക്കെ പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റ്, പരസ്പരം എപ്പോഴും ആളുകളായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ കണ്ടന്റിൽ എപ്പോഴും അവർ ഒരു ശ്രദ്ധ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമുക്ക് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നാലാമതാണ് നമ്മൾക്കാർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ഗ്ലോബൽ റീച്ച്. ഏർണിങ്സ് വെരി ബൈ ദ റീജിയൻ യുവർ വ്യൂവേഴ്സ് ആർ ഇൻ. നമ്മളുടെ കണ്ടന്റ് ഔട്ട് ഓഫ് കൺട്രിയിൽ, അതായത് UAE-യിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ, UK ആണ് കൂടുതൽ ഓടുന്നുണ്ടെങ്കിൽ അവിടെ ഡോളറിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഏർണിങ്സ് ലഭിക്കല്. അതേ സ്ഥാനത്ത് നമ്മളുടെ കണ്ടന്റ് ഇന്ത്യയിൽ ഓടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇന്ത്യൻ്റെ രൂപയിൽ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഏർണിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും, മനസ്സിലായോ? നമ്മൾ അമേരിക്കയിൽ ഓടുന്ന നമ്മളുടെ കാഴ്ചക്കാർ കൂടുതൽ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഏർണിങ്സ് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. UK-ലോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും അറബ് കൺട്രിയിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഏർണിങ്സ് കൂടാൻ സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് നമ്മുടെ കാഴ്ചക്കാർ മൊത്തത്തിൽ ഇന്ത്യൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഏർണിങ്സ് കുറയാനുള്ള പിന്നെ അത്ര കിട്ടൂല. അതായത് ഔട്ട് ഓഫ് കൺട്രിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഏർണിങ്സ് നമുക്ക് ഇവിടെ ഇന്ത്യയിലുള്ള കാഴ്ചക്കാർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത്തരം 4 കാര്യങ്ങളാണ് ഫേസ്ബുക്ക് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ചെങ്കിലും ഏർണിങ്സ് കൂട്ടാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെറിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.